വെൽക്കം ടു അറ്റ്മാ റീലോഡഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു സണ്ണാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ നേറ്റീവിലാണ്. അപ്പോൾ നമുക്ക് സണ്ണ് ഡ്രോ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ക്ലൗഡിനെ ഒന്ന് ഡ്രോ ചെയ്യണം. സൺ ക്ലൗഡിനെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സണ്ണിനെയും ഡ്രോ ചെയ്യണം. ഞാൻ സണ്ണും ഇതും സെയിം ടൈം ഡ്രോ ചെയ്തു. പിന്നെ ലൈൻസ് ഒക്കെ ഞാൻ ലൈനും ഞാൻ ഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഡ്രോ ചെയ്യൂ. ഇത് നമുക്ക് കളറിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ക്ലൗഡിൻ്റെ കളറിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ബ്ലൂ അല്ല ക്ലൗഡ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡാർക്ക് ബ്ലൂ എടുത്ത് ലൈറ്റായി ഔട്ട്ലൈൻ ചെയ്യണേ. ഓക്കെ, ഇത് നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം. നമുക്കിത് ഡ്രോ ചെയ്യാവേ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇത് ചെയ്ത് കയ്യാറെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇത് കയ്യാറായോ? ഓക്കെ, ഇത് ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് ഔട്ട്ലൈൻ കളർ സെയിം ഡാർക്ക് ബ്ലൂ വെച്ച് തന്നെ ലൈറ്റായി ഷെയ്ഡ് ചെയ്ത് വെക്കുക. ഇത് റിയലിസ്റ്റിക് പോലെ ഉണ്ടാവുന്ന ടോണിനെ നമുക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ലൈറ്റാക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ ചീര കളറിൽ കുറച്ചും കൂടെ, ഇപ്പം നിങ്ങൾ ചെയ്യില്ല ഡാർക്ക് എന്ന് കുറച്ചും കൂടെ ലൈറ്റാക്കി ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്തോ, ഇതുപോലെ പതുക്കെ ഷെയ്ഡ് ചെയ്യും. ഇത് നിങ്ങൾ അതിനെക്കാട്ടും കുറച്ചും കൂടെ ലൈറ്റായിട്ട് അങ്ങനെ ഉള്ളു ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കും. ഷെയ്ഡിങ് ആണ്. ഷെയ്ഡിങ് ആകുമ്പോൾ കുറച്ച് റിയലിസ്റ്റിക് ഞാനല്ല. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ആ വൈറ്റ് ഗ്യാപ്സ് ഒക്കെ ലൈറ്റ് ഫില്ലിങ് കൊണ്ട് മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഡാർക്ക് ഫില്ലിങ് കൊണ്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. ലൈറ്റ് ഷെയ്ഡ്സ് കൊണ്ട് മാത്രമേ ആ വൈറ്റ് ഗ്യാപ്സ് ഉണ്ടാവില്ല, അത് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞോ, ഇങ്ങനെ വരും. ഇത് പേർപ്പിൾ കളർ, സോറി ഇത് ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് ഈ ലാസ്റ്റ് ഷെയ്ഡ്സിൻ്റെ മേലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായി ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ നേരെ. ഇപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ്സാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ആക്കാം ലൈറ്റ് ബ്ലൂന്, അല്ലെങ്കിൽ വേറെ വഴിയുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ. നിങ്ങളിന്ന് ഫസ്റ്റ് ഡാർക്ക് ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ്, പിന്നെ ഉള്ളിൽ ഫുള്ള് ലൈറ്റ് ബ്ലൂവിൻ്റെ ഷെയ്ഡ്സും കൊടുക്കാം. ഞാൻ നന്നായിട്ടുണ്ടാവും. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇത് 3 വേസ് ഉണ്ട് ഈ ക്ലൗഡിൻ്റെ കളർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ സ്ലോ ആയിട്ടാണ് കളർ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാണാം. നോക്കൂ, കണ്ടോ ഈ ഷെയ്ഡ്സ്. പേർപ്പിൾ എടുത്തിട്ട് ഈ ബ്ലൂവിന് ലൈറ്റ് മേലെ കുറച്ച് മേലെ റിയലിസ്റ്റിക് പോലെ ഉണ്ടാവും. അത്ര നമുക്ക് സൺ ചെയ്യാറായോ? നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ പറയണേ, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേർപ്പിൾ കളർ കൊണ്ടാണ്. കഴിയാറായി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൺ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് സൺ ചെയ്യാം. സണ്ണ് നമുക്ക് വേണ്ടത് അറിയാലോ, ഈ കളേഴ്സാണ്, ബ്ലൂ, റെഡ്, യെല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റെഡ് വെച്ചാണ് ഔട്ട്ലൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ റെഡ് വെച്ചാൽ സണ്ണ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ ലൈറ്റ് ഷെയ്ഡ്സ്, ഫുള്ള് ലൈറ്റ് ഷെയ്ഡ്സ് ഓഫ് റെഡ് കൊടുക്കണം. റെയിൻബോ കളറൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്ത് കഴിഞ്ഞാൽ യെല്ലോ ഇല്ലേ, ആ യെല്ലോ വെച്ച് മേലെ കളർ ചെയ്യും. ഓക്കെ, മേലെ കളർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം റെഡിൻ്റെ മേലെ തന്നെ കളർ ചെയ്താൽ ഒരു ഓറഞ്ച്
ഷെയ്ഡ് കിട്ടുമ്പോൾ ഓറഞ്ച് വേണം നമുക്ക്. ആ യെല്ലോ മിക്സ് ഉണ്ടാവും. നമ്മൾ 3 ലെയേഴ്സ് അല്ല ചെയ്യണം. ഫസ്റ്റ് ലെയർ നമ്മൾ ഇപ്പോൾ ചെയ്യും, സെക്കൻഡ് ലെയർ ചെയ്തോണ്ട് മേലെ ഇത് 4 ലെയേഴ്സ് വരാനുണ്ട്. അങ്ങനെ 3 ലെയേഴ്സ്, ഒരു ലെയേഴ്സ് 3 കളേഴ്സ് മിക്സ്ഡ് ഉണ്ടാവും. ഇത് ഓറഞ്ച് മേലെ അടിച്ച് കൊടുക്കണം. ഇതൊരു ലെയറായില്ലോ. ഇത് പിന്നെയും റെഡ് അടിച്ച് കൊടുക്കണം. ഇത് പിന്നെയും യെല്ലോ അടിച്ച് കൊടുക്കണം. പിന്നെയും ഓറഞ്ച് അടിച്ച് കൊടുക്കണം. അത്രയും ഇത് അട്ട ലെയർ ചെയ്യണം. അത് പിന്നെയും റെഡ് അടിച്ച് കൊടുക്കണം. പിന്നെയും യെല്ലോ അടിച്ച് കൊടുക്കണം. പിന്നെയും ഓറഞ്ച് അടിച്ച് കൊടുക്കണം. അപ്പോൾ കണ്ട ഇങ്ങനെ കിട്ടും. ഇത് യെല്ലോ വെച്ചാണ് ഗ്യാപ്സ് ഫില്ല് ചെയ്യേണ്ടത്. യെല്ലോ വെച്ച് മാത്രമേ ഗ്യാപ്സ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ലൈറ്റ് പോലെ ഇത് മേലെ വേണം. ഈ ലൈറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയില്ലേ? ഓക്കെ, ഇത് നമ്മൾ ഈ ഒരു ഗ്യാപ്സിൽ ഈ വൈറ്റ് സ്പേസിൽ വരയ്ക്കും. ഓക്കെ, ഇത് നമ്മൾ 2 ഡ്രോയിങ്സ് ചെയ്യണം. ഇത് ഇതിൻ്റെ താഴെ ഇത് സണ്ണിയാണ്. ഇത് നമുക്കിന്ന് ഇത് കണ്ട നിങ്ങൾക്ക് വർക്കായോ? നിങ്ങൾക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ടാവുമല്ലേ? അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.